സെല്ലിനകത്തുള്ള മൈറ്റോകോൺട്രിയ നമ്മളല്ലായിരുന്നു, അത് വന്നു കയറിയവനാണ്, വേറൊരു ജീവിയാണ്. അപ്പോൾ ആ ജീവി നമ്മുടെ സാധനത്തിനകത്ത് കയറി നമ്മുടെ പാർട്ടായിട്ട് അവൻ ഫങ്ഷൻ ചെയ്തവൻ. അവയില്ലെങ്കിൽ നമ്മൾ ചത്തുപോകും. സെല്ലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ആളാണ് ഈ സാധനം. അവിടെയാണ് നമ്മുടെ ഈ എനർജി റിലീസ് മെക്കാനിസം കിടക്കുന്നത്. ഇപ്പം ഈ പുതിയ കോംപ്ലക്സ് സിസ്റ്റം വന്നപ്പോഴത്തേക്ക് ഈ മൈറ്റോകോൺട്രിയയിലാണ് ഈ പറയുന്ന മറ്റേ ഈ പൊട്ടൽ നടക്കുന്നത്. നമ്മൾ ആ എനർജി തമ്മിൽ ചേർന്നിട്ട് ഈ എനർജി റിലീസ് നടക്കുക. അവ ഇല്ലെങ്കിൽ നമ്മൾ ചത്തു. ഇവൻ സെല്ലിൻ്റെ പാർട്ടായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അവൻ നമ്മളായി മാറിയിട്ട് നമ്മളകത്ത് ജീവിക്കുക. അങ്ങനെ അവരെ കമ്പൈൻ ചെയ്ത് നോക്കി. എന്നിട്ട് ഈ പരിപാടി നടന്നില്ല. അപ്പോൾ അങ്ങനെ നോക്കി മനുഷ്യനായി ഇങ്ങനെയൊക്കെ വന്ന് എല്ലായിടവും നോക്കി ഒരു രീതിയിൽ രക്ഷയില്ല. എന്നാൽ പരിപാടി മതിയാക്കാമെന്ന് വിചാരിച്ചു. ഇനി പുറത്ത് നോക്കിയുള്ള പരിപാടിയേ വേണ്ട, നമുക്ക് അകത്തോട്ട് നോക്കാം. ഇനി വല്ലതും ഉണ്ടോ അറിയാതെ ഇവൻ അകത്തോട്ട് നോക്കി. മനസ്സ് പുറത്തോട്ട് നോക്കാൻ വേണ്ടി ഇൻസ്ട്രുമെൻ്റ് എല്ലാം ഉണ്ടാക്കി നോക്കി എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഖമില്ലാത്തത് കൊണ്ട് ഈ പുറത്തോട്ട് നോക്കേണ്ട, കണ്ണടച്ച് അകത്തോട്ട് നോക്കാം. ഇപ്പം കണ്ണടച്ച് അകത്തോട്ട് നോക്കിയപ്പം കാണാം ആക്ച്വലി പ്രശ്നമൊന്നും ഇല്ല. ഇതെല്ലാം ഒരു തോന്നിച്ച കാര്യമായിരുന്നു, ഇങ്ങനെയൊക്കെ ആണെന്ന്. പക്ഷെ അകത്തോട്ട് നോക്കിയപ്പോൾ അവിടെ ചുമ്മാ ശൂന്യമായിട്ട് കിടക്കുന്നു. അപ്പോൾ പെട്ടെന്ന് റിക്കളക്ട് ചെയ്ത് ഈ ശൂന്യതയാണല്ലോ നമ്മൾ വന്ന സ്ഥലം. അപ്പോൾ ഇത് അകത്ത് കിടക്കുകയാണല്ലേ. അപ്പോൾ ഞാൻ അത് തന്നെ ഇവനങ്ങ് തോന്നിച്ചു. അതാണ് അവൻ കണ്ടെത്തിയെന്ന്, ബ്രഹ്മത്തിനെ കണ്ടെത്തി. അവൻ ബ്രഹ്മമാണെന്ന് മനസ്സിലായപ്പോൾ ഒരു പരിപാടി നിർത്തി. ഈ സെർച്ചിലാണ് ഇതെല്ലാം ഉണ്ടായതെന്നാണ് സാഖ്യ പറയുന്നത്. ആണെന്ന് അങ്ങനെ അല്ല അത് പറയുന്നത്. ഈ ബ്രഹ്മത്തിനെ അവരിങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രഹ്മത്തിൻ്റെ കോൺസെപ്റ്റിൽ കിടക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബ്രഹ്മം ഇൻവോൾവ് ചെയ്യുന്നേ ഇല്ല ഒന്നിലും. എന്താ വ്യക്തമായി പറയാം. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ആ ബേസ് വിറ്റ്നസ്സാണ്. അത് വിറ്റ്നസ്സിങ് അല്ലാതെ ഒന്നും അത് ചെയ്യുന്നില്ല. ഈ ആകാശം പോലെ. ആകാശമൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. സ്കൈ എന്ന് പറയുന്നത് അതിനകത്ത് പലതും ഉണ്ടായി വരുന്നു. മറ്റേ ഭയങ്കര വാസ്റ്റാണ്, എൻഡ്ലെസ്സാണ്. എന്താ അതിനകത്ത് നക്ഷത്രം പോലും ചെറുതായിട്ടാണ് കാണുന്നത്. എർത്തൊന്നും കൗണ്ട് ചെയ്യാനേ ഇല്ല. ഈ നമ്മുടെ ഹോൾ പ്ലാൻ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊന്നും അതിനകത്തൊന്നുമില്ല. നെഗ്ലിജിബിൾ എന്ന് പറയാൻ പോലും പറ്റാത്ത അത്രയും മൈന്യൂട്ടാണ്. അപ്പോൾ അതിനകത്തിരിക്കുന്ന നമ്മളാണ് വലിയ ആൾ. അങ്ങനെ ഞാൻ എന്നെ കണ്ടത് കളിക്കണ്ടെന്ന്. നീയേ അതൊക്കെ ഞാൻ കയ്യിൽ വെച്ചിരുന്ന ഇങ്ങോട്ടൊന്നും എടുക്കണ്ട കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത്? മനസ്സിലായിക്കോ? എന്തൊരു വലിയ ആളാണ്. ഒന്ന് മറിയുന്ന നോക്കാനല്ല നമുക്ക് കോമഡി ആയിട്ട് തന്നെ തോന്നുന്നു. ഇതെല്ലാം വെപ്രാളങ്ങളാണ് രാവിലെ എണ്ണിച്ച കാണിക്കുന്നത്. രാത്രി സുഖമായിട്ട് അങ്ങ് കിടക്കുക, ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ ഇല്ല, ലോകത്തിലേ ഇല്ല. വലിയ ഇങ്ങനെ കിളന്നങ്ങ് ഉറങ്ങാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ മുണ്ട് തുണിയൊന്നും ഇല്ല. രാത്രി എങ്ങനെയോ പോയി നമ്മളറിയുന്നില്ല. ഒരു പ്രശ്നവുമില്ല. ഉടനെ തപ്പി നോക്കണം. അയ്യോ എടുത്തങ്ങ് കൊടുക്കുക. ഈ മുണ്ടിലാണ് നമ്മുടെ ജീവിതവും എക്സിസ്റ്റൻസും ഒക്കെ ഇരിക്കുന്നത്. നേരെ വെളുത്ത ഉടനെ പെട്ടെന്ന് വേറെ എല്ലാം കൂടെ പെട്ടെന്ന് ചുറ്റി ആരെങ്കിലും കണ്ടാലൊക്കെ നോക്കി, ഓ ഭഗവാനെ രക്ഷപ്പെട്ടു. പബ്ലിക് സ്ഥലത്തേക്ക് കിടന്നുറങ്ങിപ്പോകുമ്പോഴുള്ള പ്രശ്നമാണ്. കുഴപ്പമെല്ലാം പോയി. ഇപ്പോൾ രക്ഷപ്പെട്ടു. പെട്ടെന്ന് ആദ്യം വരികയാണ്, അയ്യോ ഇമേജെല്ലാം പോയില്ലേ. വെപ്രാളം വരികയാണ്, ഭയങ്കര വെപ്രാളം വന്നിട്ട്. ഓ സെറ്റിലായി, ഭഗവാനെ ഒരു കുഴപ്പം വന്നില്ല, ആരും കണ്ടില്ല, രക്ഷപ്പെട്ടു. കണ്ടാലേ ഉള്ളൂ കുഴപ്പം, കണ്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ അത്.